ദിയ ഫാത്തിമയെ കിട്ടണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഇതുപോലുള്ള ന്യൂസുകൾ കണ്ട് ഞാനും ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഞാൻ നമ്മുടെ പണ്ഡിതന്മാരോടും ഉസ്താദുമാരോടും ഒക്കെ ഞാൻ പറഞ്ഞു, ദിയ ഫാത്തിമയെ എന്തെന്നായാലും കിട്ടും, അതിനുവേണ്ടി ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയും ഉസ്താദുമാർ ദുആ ചെയ്തു, ആ കുട്ടിക്ക് വേണ്ടിയും ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഉസ്താദുമാർ ദുആ ചെയ്തു. ഇതൊക്കെ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. പക്ഷേ എന്നിട്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്കെന്തോ ആരെയൊക്കെ ഒന്ന് മാന്തിയതുപോലെ തോന്നി. ആ യൂട്യൂബർ ആരെയൊക്കെ ഒന്ന് മാന്തിയതുപോലെ തോന്നി കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വേറെ ആരുമില്ല, ഹാഷിം റുബീന എന്നൊരു യൂട്യൂബറാണ്. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ, അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ ഉള്ളൊരു ചാനൽ തന്നെയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അത്യാവശ്യം ഇതൊക്കെ ഉള്ള റീച്ചൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എന്തോ ജുനൈദിനെ കുറ്റപ്പെടുത്തുന്ന പോലെയുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി, പേഴ്സണലി എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഹാഷിം റുബീനയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, ഞാൻ ദിയാമോളുടെ വീട്ടിൽ പോവും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പോയോ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ പോയോ? ശരി, നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വയ്യ എന്ന്. വയ്യ എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും പൊക്കൂടെ? ആരെങ്കിലും പോയോ? ആരും പോയിട്ടില്ല. പക്ഷേ ജുനൈദ് എന്നൊരു വ്യക്തി സൗദി അറേബ്യയിലാണുള്ളത്. അദ്ദേഹത്തിന് പോവാൻ പറ്റാഞ്ഞിട്ട് പോലും അദ്ദേഹം പല ആളുകളെയും ദിയാമോളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ അറിയാനും, അവിടുത്തെ എല്ലാ വിശേഷങ്ങൾ അറിയാനും, കാര്യങ്ങൾ അറിയാനും, അവരുടെ അവസ്ഥകൾ അറിയാനും എല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ ആളുകളെയും അദ്ദേഹം പറഞ്ഞയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ചെയ്തോ? 2 കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്. എനിക്കറിയാം അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാലുള്ള വേദന. ആ ഒരു വേദനയാണ് ദിയ ഫാത്തിമയുടെ ഉമ്മ അനുഭവിക്കുന്നത്. അവരെ സഹായിക്കാൻ ഒരാൾ വന്നതാണോ ഇത്രയും വലിയ തെറ്റ്? ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ ഈ പറയുന്നതെല്ലാം നിർത്താം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊന്ന് കാണിച്ചു തന്നാൽ മതി, ഞാൻ ഈ പറയുന്നതെല്ലാം പിൻവലിക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ദിയാമോളുടെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ദിയാമോളുടെ ഉമ്മയായിട്ട് ഞാൻ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. നല്ലൊരു സുഹൃത്താണ്, എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് ദിയാമോളുടെ ഉമ്മ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ ദിയാമോളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കെന്തോ ഈ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തെ ചൊറിയുന്നത് പോലെ തോന്നി. എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ചൊറിയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും തോന്നുന്നില്ല. അസൂയയും കുശുമ്പും ആണുങ്ങൾക്കും ഉണ്ടെന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ആ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. നിങ്ങളൊന്ന് വിചാരിക്കുന്നുണ്ടാവും, നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എതിരായിട്ട് ജുനൈദ് ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ റീച്ച് ആവുമല്ലോ, നിങ്ങൾ വേറെ ലെവലാകും. അതായിരിക്കും നിങ്ങളുടെ തോന്നൽ. എല്ലാം കണ്ടൻറ്റുകളുണ്ട്. അദ്ദേഹം ഒരു അപ്ഡേറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ട്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ട് ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട്. അദ്ദേഹം എവിടെ കിടക്കുന്നു, നിങ്ങൾ എവിടെ കിടക്കുന്നു? പിന്നെ ഒരാൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാളെ എങ്ങനെ തേച്ചൊട്ടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ നെറ്റ് ഉപയോഗിച്ചിട്ടോ, നമ്മളുടെ ഇത് ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല അദ്ദേഹം, നമ്മളുടെ പണം ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല അദ്ദേഹം ഒരു ഇത് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടോ എന്തെങ്കിലും ദിയാമോളുടെ അന്വേഷണത്തിൻ്റെ ഒരു ഇതിന് നമുക്ക് പൈസ കൊണ്ട് പോലും നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്? ഇല്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനോട് നമ്മൾ അദ്ദേഹത്തോട് കടപ്പെടുകയാണ് വേണ്ടത്. അല്ലാതെ അദ്ദേഹത്തെ വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ചെയ്യുന്നത് എത്ര വലിയൊരു സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം നല്ലതല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എനിക്ക് നിങ്ങളുടെ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു ലെവലേശം ഉളുപ്പില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു മുസ്ലിയാർ ഇങ്ങനെയൊക്കെ ദുൽമിൻ്റെ പണിയെടുക്കുമോ എന്നാണ്. പിന്നെ നോക്കിയപ്പോഴാണ് ഇദ്ദേഹം മുസ്ലിയാരും അല്ല, മുക്രിയല്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം എന്തൊക്കെയോ ഇതിനു വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്നുള്ളത്. പിന്നെ പശു പുല്ല് തിന്നുകയില്ല, തീറ്റിക്കുകയില്ല. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എൻ്റെ ഒരു അപേക്ഷയാണ്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള
പ്രവൃത്തി നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ സ്വയം തരം താഴരുത്. അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക. അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന എന്തേലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചതാ. ഈ പറയുന്നതെല്ലാം ഞാൻ പിൻവലിക്കാം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കാണിച്ചതാ. പിന്നെ എനിക്ക് അവസാനമായി പറയാനുള്ളത്, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കുക. ഒരാളെയും ദ്രോഹിക്കുന്ന തരത്തിൽ ഒരു കാര്യങ്ങളും പറയാതിരിക്കുക. അദ്ദേഹം നമ്മളെ ആരും ഒന്നും പറയാൻ വരുന്നില്ലല്ലോ, പിന്നെ എന്തിന് നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ പറയാൻ പോവണം? അപ്പം നമ്മൾക്കറിയില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. അദ്ദേഹം പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതുവരെ അക്ഷമയോടുകൂടി കാത്തിരിക്കുക. എന്തായാലും പുതിയ ദിയാമോളെ കിട്ടി എന്നുള്ളൊരു വാർത്തയുമായിട്ട് അടുത്ത് തന്നെ അദ്ദേഹം വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദിയ ഫാത്തിമയെ കിട്ടിക്കഴിഞ്ഞാൽ ആ സംസാരം അതോടെ അവസാനിച്ചു. യൂട്യൂബർമാർക്ക് സമാധാനമായി. പിന്നെ അതിനെക്കുറിച്ച് സംസാരമില്ല. പിന്നെ പുതിയ കാര്യങ്ങളാണ്. അങ്ങനെ തന്നെയല്ലേ ലോകം. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഈ വന്ന ലോകം. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ യൂട്യൂബർമാർ പലതും പറയുന്നത് പുതിയ അപ്ഡേഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ആരും വന്ന് ഒന്നും വിളിച്ചൊന്നും പറയുന്നില്ല. പിന്നെ പല ഇതും കിട്ടാത്ത കാര്യങ്ങളെല്ലാം ചിലർ ചെയ്യുന്നുണ്ട്. അവരെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ദിയ ഫാത്തിമയെ കിട്ടാൻ വേണ്ടി ഒരു പറ്റം യൂട്യൂബേഴ്സ് ഇതിന് പുറകെ നിൽക്കുന്നുണ്ട്. ജുനൈദിൻ്റെ താങ്ങും തണലുമായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. അവരെ ഒന്നും നിങ്ങൾക്ക് ഇതൊന്നും പറയേണ്ട അവകാശമില്ല. ശരി, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ പറയാൻ കുറച്ചെങ്കിലും ലെവലേശം ഒരു ഉളുപ്പ് വേണം. ശരി, നിങ്ങൾക്ക് ഇതൊക്കെ പറയാമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയാനുള്ള അവകാശമുള്ളൂ. അല്ലാതെ നമ്മളൊന്നും ചെയ്യാതെ ഒരാൾ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അയാൾ ചെയ്ത നന്മകൾ ഒരുപാടുണ്ടല്ലോ, അത് നമ്മൾ വിളിച്ചു പറയുക. എന്തായാലും ദിയ ഫാത്തിമയെ കിട്ടി എന്നുള്ളൊരു ഇത് നമ്മുടെ മുന്നിൽ എന്തായാലും അദ്ദേഹം എത്തിക്കും. അതിനധികം താമസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മൾക്ക് അക്ഷമയോടെ കാത്തിരിക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് ദിയ ഫാത്തിമയെ കണ്ടെത്താനും ഒരു താമസമില്ല. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ആളെ കണ്ടെത്തി, പിന്നെ കുട്ടിയെ കിട്ടാനാണോ പാട്? ആളെ കണ്ടെത്തിയെങ്കിൽ ഓടിപ്പോയി കുട്ടിയെ പിടിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. 1-2 ദിവസമല്ല കുട്ടി പോയിട്ട്, 8 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറേ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കുട്ടി ദിയ ഫാത്തിമയെ കൊണ്ടുപോയ ആളെ കണ്ടെത്തിയെങ്കിൽ അദ്ദേഹത്തെ ഓടിപ്പോയി പിടിച്ച് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതിന് കുറേ നിയമസാധ്യതകളും നടപടികളൊക്കെ ഉണ്ട്. ശരി, നിങ്ങൾ ആ നാട്ടുകാരനായിട്ട് നിങ്ങൾക്ക് ആ വീട്ടുകാരെ പോയി കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മളപ്പോൾ ആ കുഞ്ഞിനെ കിട്ടുന്നത് വരെ നമ്മൾ അക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇത്രയും നമ്മുടെ മുമ്പിൽ എത്തിച്ചില്ലേ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി എത്തിക്കാൻ അധികം താമസം ഉണ്ടാവില്ല എന്ന് നമുക്ക് കാത്തിരിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ആളുകളാവുക. എന്ത് കണ്ടാലും കുറ്റം പറയുന്ന ആ ഒരു പ്രവൃത്തി മാറ്റുക. പണ്ടത്തെ ആളുകളുണ്ട്, കല്യാണ മുടക്കികൾ എന്ന് പറയും. ഞങ്ങളുടെ അവിടെയൊക്കെ കല്യാണ മുടക്കികൾ എന്ന് പറയും. നല്ല പയ്യന്മാരെ പോലും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെ കല്യാണം മുടക്കും. അങ്ങനെയുള്ള ഒരു പറ്റം ആളുകൾ. അതേപോലെ അധപ്പതിച്ച് പോവരുത് നിങ്ങൾ. കുറച്ചൊക്കെ തൻ്റെ ഇടത്തോടു കൂടി സംസാരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അവരെ ദ്രോഹിക്കാതിരിക്കുക, അവരെ അവരുടെ പാട്ടിന് വിടുക. നമ്മൾ വെറുതെ പുറകെ നടന്ന് അവരുടെ സമയം കളയരുത്. നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ഒരു വേദനയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിവിടെ ഇരുന്ന് കുത്തി നോവിക്കാനും നമുക്ക് ഓരോന്ന് പറയാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കാനാണ് പാട്. അതിലെന്തെങ്കിലും നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോവാ. അപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കാം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി വീണ്ടും പറയാതിരിക്കുക. എന്തായാലും നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ദിയ ഫാത്തിമയെ എത്രയും പെട്ടെന്ന് എത്തിക്കും എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ആ ഉമ്മാക്ക് നിങ്ങൾ പറയുന്നുണ്ട് ആ ഉമ്മയും ഉപ്പയും നമ്മൾ ഈ വീഡിയോ ഒക്കെ കിട്ടി എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം വേദനിക്കുന്നു എന്ന്. പക്ഷെ നിങ്ങൾ ഈ പറയുമ്പോഴാണ് അവർക്ക് വേദന ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോഴുള്ളതല്ല. കിട്ടിയെന്നൊന്നും ആരും പറയുന്നില്ല. അന്വേഷിക്കുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കിട്ടിയെന്ന് ആരും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വാക്കുകളും അവരെ വേദന ഉണ്ടാവും. ആ ഉമ്മായും ഉപ്പയും വേദനിപ്പിക്കുന്നുണ്ടാവും. അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നതല്ല ആ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിർത്തുക. ഇനിയെങ്കിലും ചിന്തിച്ച് സംസാരിക്കുക.
പിന്നെ എന്തൊക്കെ ആയിക്കോട്ടെ, പ്രധാനമന്ത്രിയുടെ ടേബിളിൻ്റെ മുമ്പിൽ ദിയ ഫാത്തിമയുടെ ഫയൽ എത്തിച്ചിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ ജുനൈദ് എന്നൊരു വ്യക്തി ചില്ലറക്കാരനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട് എന്തെങ്കിലും? ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും കൂട്ടിയിട്ട് ദിയ ഫാത്തിമയുടെ വീട്ടിൽ പോകാനെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? മിനിമം ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും. അപ്പോൾ ഇതിന് പോലും കഴിയാത്ത നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഒരു അവകാശവുമില്ല. അപ്പോൾ ഈ ഒരു സംസാരം ഇതോടെ നിങ്ങൾ അവസാനിപ്പിക്കുക. പിന്നെ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ കയ്യിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതിനുള്ള കരുത്തും ശക്തിയും എല്ലാം ജുനൈദിനും അതുപോലെ ജുനൈദിൻ്റെ പുറകെ നിന്ന് സഹകരിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാം അതിന് കഴിയട്ടെ, എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കിട്ടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ, ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. നമ്മുടെ എല്ലാവരുടെ ദുആ അല്ലാഹ് എന്തായാലും കേൾക്കാതിരിക്കില്ല. അധികം താമസിയാതെ തന്നെ ദിയ ഫാത്തിമ എന്ന ആ മോളെ ഉമ്മയുടെ കയ്യിൽ കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.